പ്രശസ്ത സിനിമാ നടൻ രാജ്കുമാറിനോടൊപ്പം നമ്മളൊരു കിടിലൻ സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഈ കാട്ടിലൂടെ രാത്രി ആര് പോയാലും ഉണ്ടല്ലോ, ജീവനും കൈ പിടിച്ചുകൊണ്ടേ പോകാൻ പറ്റും. അമ്മാത്തിരി ഹൊറർ ഫീല്. പണി പാളി. അതായത് മരം ഒടിഞ്ഞ് റോഡിൽ കിടക്കുക കേട്ടോ. ഈ കൂട്ടും കാട്ടിലൊക്കെ ഈ മനുഷ്യൻ, അതായത് ഈ വീരപ്പൻ രാത്രിയൊക്കെ എങ്ങനെയായിരിക്കും കിടന്നുറങ്ങിയിട്ടുള്ളതല്ലേ? ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ രാജ്കുമാറിനെ തട്ടിക്കൊണ്ട് പോയ രാജ്കുമാറിൻ്റെ ആ ഒരു ഫാം ഹൗസിലേക്കാണ് കേട്ടോ. അവിടെ എന്താണ് നടന്നതെന്നറിയോ? സെക്കൻഡ് ഉണ്ടെന്ന് പറയുന്നത് വീരപ്പൻ സെന്തിൽ കുമാർ എന്ന് പറയുന്ന ഒരു SI വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഐയുടെ മുകളിലാണ്. അതും പോയിന്റ്. വീരപ്പൻ മരിച്ചു കിടക്കുന്ന ഫോട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. വീരപ്പൻ സീരീസിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് കടക്കുകയാണ്. ഇനി മുതൽ ത്രില്ലിംഗ് എപ്പിസോഡുകളായിരിക്കും. എന്നെ ആകണം പഠിച്ച്? ഡോക്ടർ. നിങ്ങൾക്ക് സിസ്റ്റർ. വാവ്. வெல்கம் பேக் டு ஷபரி த ட்ராவலர். ஷபரி വർക്കലയാണ്. ഹായ് തമിഴ് നண்பர்கள் எப்படி இருக்கீங்க? എല്ലാവരും നല്ല ഇരിക്കുங்களா? അപ്പോൾ ഒരു വീരപ്പൻ സീരീസാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീരപ്പൻ സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമുക്കറിയാം വീരപ്പൻ ജനിച്ച സ്ഥലമായിട്ടുള്ള ഗോപിനാഥത്തിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. എന്നാൽ ഇന്ന് വീരപ്പൻ്റെ കുറച്ച് ഇൻസിഡൻസുമായിട്ട്, ആ വീരപ്പൻ കാലഘട്ടത്തിൽ സംഭവിച്ച കുറച്ച് സ്ഥലങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്, സത്യമംഗലത്തേക്ക്. ഓക്കെ. ഒരു കാട്ടുകൊള്ളക്കാരനും അദ്ദേഹത്തിനെ പിടിക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥനും ഒരുപോലെ പൂജ ചെയ്ത ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അതേതാണ് ക്ഷേത്രം എന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? നമ്മുടെ ബന്നാറി അമ്മൻ കോവിൽ, അതായത് നമ്മുടെ സത്യമംഗലത്തുള്ള ബന്നാറി അമ്മൻ കോവിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ആരൊക്കെയാണ് ആ കഥാപാത്രങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ സാക്ഷാൽ കാട്ടുകൊള്ളക്കാരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വീരപ്പനും വീരപ്പനെ പിടിക്കാൻ നിയോഗിച്ച K. വിജയകുമാർ സാറും ഒരുപോലെ പൂജ ചെയ്ത ഒരു ക്ഷേത്രമാണിത് കേട്ടോ. അതിൻ്റെ പിന്നിലെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ഉദ്യോഗസ്ഥന്മാർ വന്ന് വീരപ്പനെ പിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെയും പാറ്റേൺ വ്യത്യസ്തമാണ്. ഇദ്ദേഹത്തിന് ആ ഒരു ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ഇദ്ദേഹം ആദ്യം ചെയ്തതെന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ള ഒരു ജോത്സ്യനെ പോയി കാണുകയാണ് ചെയ്തത് കേട്ടോ. ജോത്സ്യനെ കണ്ടപ്പോൾ ജോത്സ്യൻ ആദ്യം പറഞ്ഞതെന്ന് പറയുന്നത് വീരപ്പൻ ഒരു പവർഫുൾ ഗോഡിനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ പിടിക്കണമെങ്കിൽ നിങ്ങളും വീരപ്പൻ പ്രാർത്ഥിക്കുന്ന ഏത് ഗോഡാണോ ആ ഗോഡിനെ തന്നെ നിങ്ങളും പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ബന്നാറിയിലെത്തുകയും ഈ ബന്നാറി അമ്മൻ ഒരു നേർച്ച നേരുകയും ചെയ്തു. അതായത് വീരപ്പനെ പിടിച്ചു കഴിഞ്ഞാൽ തൊട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് തല മുണ്ടനം ചെയ്തോളാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നേർച്ച. വീരപ്പനെ പിടിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം ആ നേർച്ച നടപ്പാക്കുകയും ചെയ്തു. നിങ്ങൾക്ക് വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത്തരം ഒരു ഖ്യാതിയുള്ള ഒരു ക്ഷേത്രം കൂടെയാണിത്, ശ്രീ അരുൾമുഖു ബന്നാറി അമ്മൻ കോവിൽ. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നേർച്ചകളും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സത്യമംഗലത്ത് നിന്നും മൈസൂരിലേക്ക് പോകുന്ന സത്യമംഗലം മൈസൂർ ദേശീയപാതയിൽ ബന്നാറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബന്നാറി അമ്മൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. വീരപ്പൻ ഏറെ വിശ്വാസമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ബന്നാറി അമ്മൻ കോവിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീരപ്പൻ ഇവിടെ വന്ന് തൊഴുതു മടങ്ങാറുണ്ടായിരുന്നു. ഇന്നും വീരപ്പൻ്റെ ഭാര്യയും മക്കളും വീരപ്പൻ്റെ മരണ ദിവസം ഇവിടെ വരികയും പാവപ്പെട്ടവർക്ക് അന്നദാനവും അതുപോലെ തന്നെ വസ്ത്രങ്ങളും നൽകി പോരുന്നു എന്നുള്ളതാണ്. അതുപോലെ വീരപ്പൻ്റെ ഭാര്യയെ STF അറസ്റ്റ് ചെയ്തപ്പോൾ ഈ ബന്നാറി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവരുടെ ഒരു ക്യാമ്പ് ഷെഡ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ദിവസങ്ങളോളം അടച്ചിട്ടിരുന്നത്. അന്ന് ഒരുപാട് മർദ്ദനങ്ങളൊക്കെ വീരപ്പൻ്റെ ഭാര്യയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 24 തൂണുകളിൽ നിർമ്മിക്കപ്പെട്ട ശോഭന മണ്ഡപവും അർദ്ധമണ്ഡപവും മഹാമണ്ഡപം എന്നിവ കൊണ്ട് മനോഹരമായ ഈ ക്ഷേത്രത്തിന് ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. മാരിയമ്മനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഇങ്ങനെ മണ്ണും ഉപ്പും കൊണ്ട് അല്ലേ ഇങ്ങനെ കൂന കൂട്ടി വെച്ചിരിക്കുന്നതാണ്. ആക്ച്വലി ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് പുറ്റുമണലും ഉപ്പും ഒക്കെ ചേർന്നതാണ് ഈ പ്രസാദം. എതുക്കാകെ ആനത്തൊട്ടിന്ന് പേര് വന്നത്? தண்ணி குடிக்கும். ஆனை வந்து தண்ணி குடிக்கும். ആന വന്ന് തണ്ണി കുടിക്കും. ഇല്ലാട്ട് അഞ്ച് വന്നില്ലെങ്കിൽ ഉള്ള അങ്ങനെ കുടിച്ചിട്ട് പോകും. അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അടുത്ത് നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്നത് ആനത്തൊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ആക്ച്വലി പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായി കാണും. എൻ്റെ പുറകിൽ ഈ വെള്ളമൊക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അതായത് പണ്ട് സ്ഥിരം ഈ ആനകൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വെള്ളം കുടിക്കാൻ വരുമായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർ സോഴ്സ് കെട്ടിയത്. അതായത് ആനയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കെട്ടിയൊരു പ്ലേസാണ്. ഇതിനെയാണ് പറയുന്നത് ആനത്തൊട്ടി എന്നുള്ളത് കേട്ടോ. ആക്ച്വലി അവിടെ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് അതിനെ പമ്പ് ചെയ്ത് പൈപ്പ് വഴി ഇവിടെ കൊണ്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൽ H മാതിരി ഉണ്ടല്ലേ, കറക്റ്റ് Hൻ്റെ സാധനം കണക്കുണ്ട്.
പക്ഷേ ഇതിന് അവർ പറയുന്നത് എന്താ വെച്ചാൽ നല്ല ഡെപ്ത് ഉണ്ടെന്നാണ്. അത്യാവശ്യം നമ്മളൊരു ആളിൻ്റെ അത്ര ഹൈറ്റിലാണ് ഇതിൻ്റെ ആഴമെന്നാണ് പറയുന്നത്. ഇവിടെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ ആനകളൊക്കെ ഈ സൈഡിൽ വന്ന് വെള്ളം കുടിച്ചിട്ട് പൊയ്ക്കോളും, ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരില്ലെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അതാണ്. അതായത് മനുഷ്യർക്ക് വെള്ളം കുടിക്കാനായിട്ട് അവിടെ ഒരു ടാങ്കുണ്ട്, അതുപോലെ ആനകൾക്ക് വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ ഒരു ആനത്തൊട്ടിയുണ്ട്. അങ്ങനെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു സോഴ്സ് ഇവിടെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സമയമില്ല, നമ്മളിതേ നേരെ ദിമ്പം ചുരം കയറാൻ പോവുകയാണ്. അതായത് സത്യമംഗലം ടൈഗർ റിസർവിലേക്ക് അങ്ങോട്ട് എൻട്രി ആകാൻ പോവുകയാണ് കേട്ടോ. പന്നാറിൽ നിന്നും 27 ഹെയർപിൻ വളവുകൾ പിന്നിട്ട് ചുരം കയറി ഏകദേശം 3500 അടി ഉയരത്തിലെത്തുമ്പോൾ ദേ ഈ കാണുന്നതാണ് ദിമ്പം ചുരം എന്ന് പറയുന്നത്. മല കയറി വരുമ്പോൾ ദേ ഇവിടെ ഒറ്റയാന പോലെ ഒരു കെട്ടിടം നിൽപ്പുണ്ട്. ഈ കെട്ടിടത്തിന് പറയാനും ഒരു ചെറിയ കഥയുണ്ട്. അതായത് ഏകദേശം 100 വർഷം പഴക്കമുള്ള ഒരു മുറുക്ക് ഇവിടെ കിട്ടും. 1921 ആരംഭിച്ചതാണ് ഈ മുറുക്ക് കട, ധനലക്ഷ്മി ടീ സ്റ്റോൾ. ഒരു 10 രൂപ കോയിൻ്റെ വലിപ്പത്തിൽ അരിമാവും ഉഴുന്നും ചേർത്ത് വൃത്താകൃതിയിൽ എണ്ണയിൽ ചുട്ടെടുക്കുന്ന ഈ മുറുക്കിൻ്റെ വലിപ്പം വളരെ ചെറുതാണെങ്കിലും ഇതിൻ്റെ രുചി ഇമ്മിണി വലുതാണെന്ന് തന്നെ പറയാം. ഈ മുറുക്കിൻ്റെ പേരാണ് കാരപ്പഴം മുറുക്ക്. ഇതുവഴി കടന്നു പോകുന്ന ഏതൊരു സഞ്ചാരിയും ഈ മുറുക്കിൻ്റെ രുചി ഒന്ന് അറിഞ്ഞിട്ട് ബാക്കി യാത്ര തുടരുകയുള്ളൂ എന്നുള്ളതാണ്. 3ാമത്തെ തലമുറയിലെ മഞ്ജുനാഥാണ് ഇന്ന് ഈ കടയുടെ ഓണർ. അപ്പോൾ ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ മുറുക്കിൻ്റെ രുചി നുകരാൻ മറക്കണ്ട. ഇനി ഈ ദിമ്പം വഴി കടന്നു പോകുന്ന ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ദേ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന വഴി. ഒരു തവണ എനിക്ക് ഇതുവഴി സഞ്ചരിക്കാൻ ഭാഗ്യം ഉണ്ടായെന്നുള്ളതാണ് എൻ്റെ ആദ്യ സത്യമംഗലം യാത്രയിൽ. ആ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഇതുവഴി നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ വഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ബോർഡിൽ ഇത് എഴുതിയിരിക്കുന്ന ആ പേരുകൾ തന്നെയാണ്. നെയ്താലപുരം. ഇതുവഴി സഞ്ചരിച്ചിരിക്കുന്ന പല യാത്രികരും, ഒരു 99% യാത്രികരും ആ പേര് ശ്രദ്ധിച്ച് കാണണമെന്നില്ല. ആ പേരും വീരപ്പൻ്റെ മരണമായിട്ട് വലിയ ഒരു കഥയുണ്ട് കേട്ടോ. അവിടെ നമ്മൾ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ ഇതുവഴി നമ്മളെ കടത്തി വിടത്തില്ല. അപ്പോൾ നമുക്ക് നേരെ പോയി ഹസനൂർ തലവാടി വഴി വേണം ഇവിടെ എത്തിച്ചേരാനായിട്ട്. നെയ്താലപുരവും തലവാടിയും അത് രണ്ടും വീരപ്പൻ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇൻസിഡൻറ്റുകൾ നടന്ന സ്ഥലമാണ്. അപ്പോൾ അവിടത്തേക്കാണ് ഇനി നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. യെസ്, അങ്ങനെ നമ്മൾ ദിമ്പം ചുരം വഴി ഹസനൂർ വഴി താലവാടി എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ രാജ്കുമാറിൻ്റെ ഫാം ഹൗസ് ഉള്ളത്. അണ്ണാ, ഇതാണ് രാജ്കുമാർ ഫാം ഹൗസ്. ഇങ്ങിരുന്നാണ് വീരപ്പൻ രാജ്കുമാറിനെ തട്ടിക്കൊണ്ട് പോയിച്ചത്. തെരിയില്ല. നിങ്ങളിൽ പലരും ഇവിടെ വന്ന് വീരപ്പനെ കുറിച്ച് ഇതേപോലെ പലയിടത്തുമൊക്കെ അന്വേഷിച്ചാണ്, ആരും ഒന്നും വിട്ട് പറയത്തില്ല. അതെന്താണെന്നുള്ളത് ഞാൻ ഈ സീരീസ് അവസാനിക്കുന്നതിന് മുന്നേ പറയാം കേട്ടോ. വീരപ്പൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയതല്ലേ, നമ്മുടെ പ്രശസ്ത കന്നഡ സിനിമാ താരം രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ആ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയതോടുകൂടിയാണ് കന്നഡയിലും അല്ലെങ്കിൽ കർണാടകയിലൊക്കെ കൂടുതൽ വീരപ്പനെതിരായിട്ടുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചതും ഗവൺമെൻറ്റൊക്കെ ഒന്ന് പരിങ്ങലിലായതും. അപ്പോൾ ആ ഒരു സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കർണാടക തമിഴ്നാട് ബോർഡറായിട്ടുള്ള താലവാടി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഗജന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വീരപ്പൻ നമ്മുടെ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2000 ജൂലൈ 30 ശരിക്കും പറഞ്ഞാൽ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്ന സമയം കൂടിയായിരുന്നു ഈ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയ 100 ദിവസങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്ലേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അന്നത്തെ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, താൻ പുതുതായിട്ട് പണി കഴിപ്പിച്ച ഈ ഒരു വലിയ വീടിൻ്റെ ഹൗസ് വാമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു രാജ്കുമാറും കുടുംബവും ഇവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ ഈ പറയുന്ന 2000 ജൂലൈ 30 രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും TV കാണാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു 9:30 ഡോറിൽ ആരോ മുട്ടുന്നതായിട്ട് കേട്ടു. എന്നാൽ ഡോർ തുറക്കാൻ പോലും കാത്തു നിൽക്കാതെ ഡോറ് തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു വലിയൊരു സംഘം. വീരപ്പൻ ഉൾപ്പെടെ ഏകദേശം 10-12 പേരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. വീരപ്പൻ പതുക്കെ രാജ്കുമാറിനടുത്തേക്ക് ചെല്ലുകയും അയ്യാ പോലാം എന്ന് പറയുകയും ചെയ്തു. ഒപ്പം തന്നെ അന്നത്തെ കർണാടക മുഖ്യമന്ത്രിയായ കൃഷ്ണയ്യയ്ക്ക് നൽകാനായിട്ട് രാജ്കുമാറിന്റെ ഭാര്യയായ പാർവതിയുടെ കയ്യിൽ ഒരു ഓഡിയോ കാസറ്റും കൊടുത്തേൽപ്പിച്ചു. എന്നിട്ട് രാജ്കുമാർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന ഗോവിന്ദരാജ്, നാഗേഷ്, നാഗപ്പ അങ്ങനെ 3 പേരെയും രാജ്കുമാറിനെയും ചേർന്ന് അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രാജ്കുമാറിന്റെ ഡ്രൈവറിനെ വെറുതെ വിടുകയായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ ഭദ്രമായിട്ട് തിരികെ ബാംഗ്ലൂരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത്തരത്തിൽ വീരപ്പൻ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ്.
ഇവിടെ വന്നപ്പോൾ നമ്മൾ വേറൊരാളെ കൂടെ പരിചയപ്പെട്ടു കേട്ടോ. അതായത് 10-25 വർഷമായിട്ട് ഈ വീടിന് സ്ഥിരമായിട്ട് കാവൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, എവിടെ இருக்கீங்க? நல்லா இருக்கீங்களா? நல்லா இருக்குங்க. உங்களோட பேர் வந்து? காளிங்கராஜ். காளிங்கராஜ். காளிங்கராஜ் வந்து எத்தனை வருஷமா இங்க இருக்கீங்க? நாங்கள் 25 வருஷம். 25 വർഷമായി ഇങ്ങ இருக்குது. ഓ ശരി 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 ശരി. 25 വർഷമായിട്ട് പുള്ളി ഈ വീട്ടിലുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച പുള്ളിയാണ്. അണ്ണാ, എനിവേ നൈസ് ടു മീറ്റ് യു. മറുപടിയും പാക്കലാം. ഓക്കെ, താങ്ക് യു. ശരിക്കും ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. കാരണം നമ്മളിങ്ങനെ രാജ്കുമാറിൻ്റെ വീടൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ കെയർടേക്കറിൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എന്താണ്, ആരെങ്കിലുമൊക്കെ ഉണ്ടോ അകത്തുനിന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ യുവ രാജ്കുമാർ, അതായത് പ്രശസ്ത സിനിമാ നടനായിട്ടുള്ള യുവ രാജ്കുമാർ അകത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ, പുള്ളി ഇറങ്ങി വരുമ്പോൾ കാണാനായിട്ട്. ഭയങ്കര സർപ്രൈസ് ആയിട്ട് പുള്ളി കൊണ്ട് വണ്ടി നിർത്തി, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്, കേരളത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഇതേ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കന്നഡ സെലിബ്രിറ്റി നമ്മുടെ യുവ രാജ്കുമാറിനോടൊപ്പം, പ്രശസ്ത സിനിമാ നടൻ യുവ രാജ്കുമാറിനോടൊപ്പം നമ്മളൊരു കിടിലൻ സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഇതെന്തായാലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി കേട്ടോ. നമ്മളെല്ലാവരും ഒന്ന് ഷോക്ക്ഡ് ആയിപ്പോയെന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ രാജ്കുമാർ ജനിച്ചു വളർന്ന ഒരു വീടുണ്ട്. അതൊരു കുഞ്ഞു വീടാണ്, അത് കുറച്ച് മാറിയിട്ടാണ്. അപ്പോൾ അവിടെ നമുക്കൊന്ന് പോയി ആ വീടും കൂടെ കാണാം. ഞങ്ങളിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ ഇവിടെ ആകെ ഒരു ഭൂമി കുലുക്കം. ഇത് എവിടെ നിന്നാണ് ഈ കുലുക്കം എന്ന് നോക്കിയപ്പോഴാണ് ദേ ഈ ഒരു വണ്ടിക്കകത്തു നിന്നാണ് വരുന്നത്. ഇത് വെങ്കി മലയാളികളാണെന്ന് പറഞ്ഞപ്പോൾ വെങ്കി പറഞ്ഞു, ചേട്ടാ ഞാൻ തൃശ്ശൂരൊക്കെ വരാറുണ്ട്, തൃശ്ശൂർ ശക്തനിലൊക്കെ ഞാൻ സാധനങ്ങളായിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെങ്കിയുടെ വണ്ടിക്കകത്തു നിന്നാണ് ഈ ഒരു കുലുക്കം കേട്ടത് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. അത് ഏതാണ് ആ സൂപ്പർ സ്റ്റാർ എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഈ വീട് കണ്ടിട്ട് നമ്മുടെ കേരളത്തിലല്ല കേട്ടോ, കന്നഡയിലാണ്. കന്നഡയിലെ ഏക സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്കുമാറിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. വളരെ കാലത്ത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ വീട് വന്ന് കാണണമെന്നുള്ളത്. കാരണം ഈ ഒരു ചെറിയ വീട്ടിൽ നിന്നാണ് അദ്ദേഹം വളർന്ന് ഒരു വലിയ സൂപ്പർ സ്റ്റാറായി മാറി കന്നഡ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നത് കേട്ടോ. അപ്പോൾ അന്ന് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ വീട് വന്ന് കാണണം എന്നുള്ളത്. ഇന്നാണ് അത് സാധിച്ചത്. ഇന്നും അദ്ദേഹം ഈ വീട് നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ ഫാമിലി നാടകത്തിന് പോകുന്നത് വരെ അദ്ദേഹം ഇവിടെ നിന്നാണ് പൊയ്ക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അതുക്കപ്പുറം സിനിമയിലേക്ക് വന്നപ്പോഴാണ് ബാംഗ്ലൂരിലേക്ക് മാറിയെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ കുറേ ചെറിയ വീടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ കുറേയൊക്കെ 2 നില വീടുകളൊക്കെ ആയി. അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ രാജ്കുമാറിൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ മൊത്തം ഇതേപോലത്തെ വീടുകളായിരുന്നെന്നാണ്. എല്ലാം ഇങ്ങനത്തെ ഷേപ്പായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഈ ഷേപ്പ് തന്നെ ഭയങ്കര രസമാണ്. കാരണം പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഈ വീടുകളുടെ ഈ തിണ്ണയിൽ ഇറങ്ങിയിരിക്കുമായിരുന്നു. ഇന്ന് വീടിനൊന്നും ഇങ്ങനെ തിണ്ണയില്ല. അപ്പോൾ ഈ തിണ്ണയിൽ ഇറങ്ങിയിരിക്കുമ്പോൾ രാജ്കുമാർ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ ആര് വന്നിരുന്നാലും, രാജ്കുമാർ ഇരുന്നാൽ പോലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉറക്കം വരുമെന്നാണ് പറയുന്നത് കേട്ടോ. അത്രയ്ക്ക് ഒരു സുഖമുള്ള തിണ്ണയാണ്. ശരിക്കും ഇവിടെ വരുമ്പോൾ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. തിണ്ണ എന്ന് മീൻസ് പറയുന്നത് നമ്മൾ തിട്ടാന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓടുകളാണ് കേട്ടോ. നമ്മളവിടെ സാധാരണ ഈ കാണുന്ന ഓട് ടൈപ്പാണ് അല്ലേ, ഈ ടൈപ്പ് ഓടാണ് നമ്മളെ നാട്ടിൽ കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഓടുകൾ കണ്ടോ വേറൊരു രീതിയിലാണ് അടുക്കി വെച്ചിരിക്കുന്നത്, വേറൊരു ടൈപ്പാണ് ഇവിടുത്തെ ഓടുകൾ. അപ്പോൾ അങ്ങനെയാണ് അവിടെയൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ വീടുകളിലെല്ലാം ഇത്തരം ഓടുകളാണ് പാകിയിരുന്നതെന്നുള്ളതാണ്. കൊളുമ്പ് சாப்பிட்டிருந்தோம் ஒன்றும் இல்லாமல். അപ്പോൾ ഇവരൊക്കെ രാജ്കുമാറിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കളിച്ചു വളർന്ന ഫ്രണ്ട്സ് ആണെന്ന് പറയാം കേട്ടോ. ഇവിടെ വന്നപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ രാജ്കുമാറിൻ്റെ ആ സമയത്തുള്ള തലമുറ നമ്മൾ കണ്ടു കേട്ടോ. ഇവിടെ ഏറ്റവും പുതിയ തലമുറ നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഈ ഗ്രാമത്തിലെ ഏറ്റവും ന്യൂജനായിട്ടുള്ള ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. അവരും ഇന്ന് ഇത് യാറെ വീടുമെന്ന് നിങ്ങൾക്ക് തെരിയുമാ? രാജ്കുമാർ മന. ഓ, രാജ്കുമാർ മന എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് രാജ്കുമാറിൻ്റെ മനയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം കേട്ടോ. ഈവൻ കൊച്ചു കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എത്ര പേർക്ക് ഇങ്ങനെ അറിയാമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇവർക്ക് എന്തായാലും ഈ ഒരു ജനറേഷനും രാജ്കുമാറിനെ അറിയാമെന്നുള്ളതാണ് കേട്ടോ. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ പലപ്പോഴും അതിശയപ്പെടുന്നത് കുട്ടികളുടെ മുന്നിലാണ് കേട്ടോ. ഞാൻ ഇവനെ ഇവിടെ പിടിച്ച് നിർത്തി എന്താണെന്ന് വെച്ചാൽ ഇവൻ എടുത്ത ഷോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഭയങ്കര
ഭയങ്കരമായിട്ട് ഐഡിയലായിട്ട് ഒരു ലോജിക്കോട് കൂടി അവിടെ നിന്ന് ഇങ്ങനെ പാൻ ചെയ്ത് വന്ന് ഇപ്പുറത്തെ സൈഡ് വന്നാൽ ഷോട്ട് തീർത്തു എന്നുള്ളതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഇവൻ്റെ ആ ഷോട്ട് കണ്ട് ഞെട്ടിപ്പോയി. ഇവൻ ഭാവിയിൽ ഒരു ഷുവർ ക്യാമറാമാൻ ആണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ. ഇവന് നല്ല ക്യാമറ സെൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇയാളുടെ പേരെന്താണ്? നമുക്ക് ഉങ്ങളുടെ പേരെന്നെങ്കിൽ സബരി. എൻ്റെ അമ്മ ചുമ്മാതല്ല കേട്ടോ. സത്യം പറഞ്ഞ ഇത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടില്ല കേട്ടോ. ഭയങ്കര നിമിത്തമായിപ്പോയി. കാരണം ഞാനൊരു ചെറിയ ക്യാമറാമാനാണ്. ഉങ്ങൾക്ക് തെരിയുമോ എന്നോட പേര് എന്നാന്ന്? സബറി. എന്നോட പേര് സബറി. நீங்க வந்து ரொம்ப நல்லா கேமரா எடுத்திருக்க. உங்களுக்கு வந்து ஒரு உள்ளில் ஒரு கேமரா டேஸ்ட் இருக்கு. நீங்க வந்து பெரிய ஒரு கேமராமேனா மாறிடும். ഓക്കേവാ? യെസ്, നമ്മളത് ഇവിടുത്തെ ഫുൾ കൂട്ടത്തിൻ്റെ കൂടെയാണ് ഉള്ളത് കേട്ടോ. എല്ലാവരും ഇവിടെ ഉണ്ട് ഈ ഗ്രാമത്തിൽ. കാരണം എന്തേ, നമ്മൾ വന്നപ്പോൾ നമ്മളെ സംസാരമൊക്കെ കേൾക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ കൂടി. അപ്പോൾ എല്ലാവരും ഹായ് சொல்லிடுங்க. ഹായ്, எப்படி இருக்கீங்க? நல்லா இருக்குதா? நீங்க படிக்கிறீங்க எல்லாரும்? நல்லா படிக்கிறீங்க? உங்களுக்கு வந்து படிச்சு என்ன ஆகணும்னு ஆசை? போலீஸ். എനിക്ക് ஐயா. ஓ, உங்களுக்கு வந்து என்ன ஆகணும் படிச்சு? டாக்டர். ஓயா. உங்களுக்கு சிஸ்டர். வாவ். அதுக்கப்புறம் உங்களுக்கு மிலிட்ரி. எல்லாமே இங்கே இருக்கு. இந்த கிராமத்துல போலீஸ், மிலிட்ரி, டாக்டர், சிஸ்டர் எல்லாமே இருக்கு. அப்புறம் ஒரு 10 வருஷத்துக்கு அப்புறம் 20 வருஷத்துக்கு அப்புறம் நீங்கள் எல்லாமே அது ஆகிடும். அதுக்கு ரொம்ப ட்ரை பண்ணிடுங்க. அப்படிங்களா? ஓகேவா? சரி. ഇനി എന്നാ വേണം? ജ്യൂസ് മാത്രം മതിയാ? വേറെ എന്നാ വേണം? ഏത്? ഇതാ മിച്ചറാ? ഇത് എവിടെ വെക്കാം? ആ, 10 രൂപ കൊടുത്തിരുന്നു. ബൈ ബൈ ബൈ. ഇതാണ് താലവാടി ടൗൺ എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയൊരു ടൗണും വലിയൊരു മാർക്കറ്റും ഒക്കെയാണ് കേട്ടോ. ഈ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റൊക്കെ ഇവിടെയാണ്. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കുമാണ് നമ്മുടെ ഈ പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ കയറി പോകുന്നത്. റാഗി, ചോളം, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇനി താലവാടിയിൽ നിന്ന് നമ്മൾ പോകാൻ പോകുന്നു എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ആ നെയ്താലപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് തലവാടിക്കടുത്തുള്ള നെയ്താലപുരം എന്ന സ്ഥലത്തൂടെയാണ് കേട്ടോ. ഇതൊക്കെ തന്നെ കാടും ഗ്രാമങ്ങളും നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ഗ്രാമവാസികളുണ്ട്, അതുപോലെ തന്നെ വന്യമൃഗങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് കരിമ്പും അതുപോലെ തന്നെ റാഗിയുമാണ്. ആ 2 കൃഷിയുമാണ് ഇവിടുത്തുകാരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയാം. അപ്പോൾ നിങ്ങളിൽ പലരുമൊക്കെ വീരപ്പൻ മരിച്ചു കിടക്കുന്ന ആ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ വീരപ്പൻ്റെ ഇടത് കണ്ണിന് മുകളിലായിട്ടാണ് ഒരു വെടിയുണ്ട തറച്ചപ്പാടുള്ളത്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് ആ പാട് കാണാൻ പറ്റും. ലെഫ്റ്റ് ഐയുടെ മുകളിലായിട്ടാണ് ഒരു വെടിയുണ്ട തറച്ച പാട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിയൊക്കെ ഫുള്ള് ബോഡി ഇങ്ങനെ കവർ ചെയ്തിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ നെയ്താലപുരത്തിനും അതിന് സമാനമായിട്ടുള്ള ഒരു കഥ പറയാനുണ്ട്. വീരപ്പൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാലോ, എപ്പോഴും വീരപ്പനും സംഘങ്ങളും അതുപോലെ തന്നെ പോലീസ് സംഘങ്ങളും ഒക്കെ ആയിട്ട് ഏറ്റുമുട്ടലുകൾ നടക്കാറുണ്ടായിരുന്നു. പല ഉദ്യോഗസ്ഥരും അതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ വീരപ്പൻ സെന്തിൽ കുമാർ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറെ കൊന്നിരിക്കുന്നത് ഈ നെയ്താലപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. എങ്ങനെയാണ് കൊന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇടത് കണ്ണിന് തൊട്ട് മുകളിലായിട്ട് വെടിവെച്ചാണ് കൊലപ്പെടുത്തിയത്. വീരപ്പൻ മരിച്ചു കിടക്കുന്നതും ആ സെയിം സ്പോട്ടിലാണ് ഒരു വെടിയുണ്ട തറച്ചിരിക്കുന്നത്. അങ്ങനെ വീരപ്പനെ പിടിക്കാൻ നിയോഗിച്ച സബ് ഇൻസ്പെക്ടറായ സെന്തിൽ കുമാറിനെ വെടിവെച്ച് കൊന്നത് ഈ ഒരു പരിസരത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ്, നെയ്താലപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. യെസ്, അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ സത്യമംഗലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വേറെ 2 പേരും കൂടെ ഉണ്ട്. നമ്മുടെ വിനോദ്, വെള്ളക്കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പോകുമ്പോൾ വിനോദ് കൂടെ ഉണ്ടായിരുന്നു. വിനോദ്, എന്താണ് വിശേഷം? സുഖം. എന്താണ് വിശേഷമൊക്കെ? സുഖം. അപ്പൊ എന്തായാലും സത്യമംഗലത്തേക്ക് അടക്കുമ്പോൾ അത് നിങ്ങളുടെ കൂടെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഇങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല. അടുത്ത തൃശ്ശൂർക്കാരനായിട്ടുള്ള വിനയ് ഭായ് ആണ്. എന്താണ് ഭായ്? സന്തോഷം. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ശബരിമലയുടെ കൂടെ യാത്ര ചെയ്യുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഓരോ നിമിഷം എടുക്കുന്ന ഓരോ വീഡിയോയും അത് എന്തുമാത്രം സ്ട്രഗിൾ എടുത്ത എക്സ്പീരിയൻസ് എടുത്തിട്ട് പഠിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് എടുക്കുന്നതിന്റെ ആ ബുദ്ധിമുട്ടൊക്കെ. നമ്മളിലേക്ക് അതൊക്കെ എത്തിക്കുന്ന ആ ശബരിയുടെ
കഴിവ്, അതിനെടുക്കുന്ന എക്സ്പെർട്ടൊക്കെ ഒരു രക്ഷയില്ല. ഇതൊക്കെ സത്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് മഴ കണ്ടോ, ഇത് തുടങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു, മഴ പെയ്യുന്നുണ്ടോ. നമ്മൾ ഈ തള്ളെന്നൊക്കെ പലരും പറയുന്നെങ്കിലും ഈ യാത്രയുടെ ഉള്ളിലൊരു സോളുണ്ട്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ളൊരു യാത്രയാണ് നമ്മൾ നടത്തിയത്. അറിഞ്ഞതൊന്നുമല്ല സത്യം എന്നുള്ള തിരിച്ചറിവാണ് ഓരോ യാത്രകളും. ഓരോരുത്തർ പറയുന്ന നമ്മൾക്ക് കേട്ട കഥകളോ അല്ലെ നമ്മൾ അറിഞ്ഞതോ അല്ല യാഥാർത്ഥ്യങ്ങളും നമ്മൾ തിരിച്ചറിയുന്നതാണ്. നമുക്കിപ്പം നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സത്യങ്ങളും. ഈ കാട്ടിലൂടെ രാത്രി ആര് പോയാലും ഉണ്ടല്ലോ, ജീവനും കൈ പിടിച്ചോണ്ടേ പോകാൻ പറ്റും. അമ്മാതിരി ഹൊറർ ഫീൽ. എൻ്റെ അമ്മ, ഞാൻ ആലോചിക്കുന്നതേ ഈ കൊടും കാട്ടിലൊക്കെ ഈ മനുഷ്യൻ, അതായത് ഈ വീരപ്പൻ രാത്രിയൊക്കെ എങ്ങനെയായിരിക്കും കിടന്നുറങ്ങിയിട്ടുള്ളതല്ലേ. നമ്മൾ അദ്ദേഹം കാട്ടിനകത്ത് ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതേ വണ്ടിക്കകത്തിരുന്നിട്ട്, കാറിനകത്തിരുന്നിട്ട് വരെ നമുക്ക് ഈ കാട്ടിലൂടെ പോകുമ്പോൾ പേടിയാവുന്നുണ്ട്. അപ്പം അദ്ദേഹമൊക്കെ എങ്ങനെയായിരിക്കും ഈ കാട്ടിനകത്ത് ജീവിച്ചെന്നുള്ളതാണ് പണി പാളി. അതായത് മരം ഒടിഞ്ഞ് റോഡിൽ കിടക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ സീനാണ്, ഒരിടത്തും കറണ്ടൊന്നും ഇല്ല. രാത്രി ആനയൊക്കെ ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇന്ന് കിടന്നുറങ്ങുകയാണ് കേട്ടോ. നല്ല യാത്രാക്ഷീണമുണ്ട്. അപ്പോൾ നാളത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. വീരപ്പൻ വെടിവെച്ചിട്ടും ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കണം. അദ്ദേഹം ജീവനോടുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം എവിടെയാണെന്നുള്ളത് നമുക്ക് തപ്പിയെടുക്കണം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ. വളരെ വർഷങ്ങൾ കൊണ്ട് റിസർച്ച് ചെയ്ത് ഇതിൻ്റെ പുറകെ നടന്ന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. ജീവൻ വരെ പണയം വെച്ചിട്ടാണ് ചില സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.